യോഹന്നാൻ 19 28 വാക്യം. അതിനുശേഷം സകലവും തീഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാവും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ദാഹം എന്നത് മാനുഷികമായ ഒരു കാര്യമാണ്. ഇത് സൂചിപ്പിക്കുന്നത് യേശു പൂർണ്ണ മനുഷ്യനും കൂടിയായിരുന്നു എന്നാണ്. തലേ ദിവസം രാത്രി മുതൽ നടന്ന ന്യായവിസ്താരത്തിലും ക്രൂശീകരണത്തിനിടയിലും യേശുവിന് ഒരു തുള്ളി വെള്ളം പോലും ആരും നൽകി കാണില്ല. കൂടാതെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നും കഠിനമായ വെയിലേറ്റും ധാരാളം ജലാംശം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. സഹിക്കാൻ കഴിയാതെ ആയിപ്പോയായിരിക്കാം യേശു ഇപ്രകാരം പറഞ്ഞത്. യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 7 37-38 വാക്യങ്ങൾ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ നിത്യജീവങ്കിലേക്കും പൊങ്ങി വരുന്ന നീരുറവയാകും. യോഹന്നാൻ 4 14 വാക്യം. ഇവിടെ രണ്ടു തരം ദാഹത്തെക്കുറിച്ചാണ് യേശു പരാമർശിക്കുന്നത്: ഭൗതികമായ ദാഹവും ആത്മീയമായ ദാഹവും. ശമര്യക്കാരി സ്ത്രീക്ക് അവൾ വെള്ളം കോരാൻ വന്നത് അവളുടെ ഭൗതിക ദാഹം ശമിപ്പിക്കാനായിരുന്നു. അവളുടെ ജീവിതത്തിലും അവൾ ഭൗതികതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ ആത്മീയ ദാഹം ശമിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത യേശു അവളെ മനസ്സിലാക്കുന്നു. ഭൗതിക ദാഹം സ്വാഭാവികമാണ്, എന്നാൽ ആത്മീയ ദാഹം ശമിപ്പിക്കുന്നതിന് നാം മുൻഗണന കൊടുക്കണം. യേശുവിൻ്റെ ഈ വാക്കുകൾ തിരുവചന നിവൃത്തി കൂടി ആയിരുന്നു. സങ്കീർത്തനം 69 21 വാക്യം. യേശുവിന് ദാഹം നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചായിരുന്നു എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. യേശുവിൻ്റെ ഈ ദാഹം ശമിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയിലൂടെയുമാണ്.